ഷഹദ് നിൽക്കുന്ന സ്ഥലത്തെ ദൗത്യത്തിന്റെ കാഴ്ച? ഷഹദ്. ഹാഷ്മി, അല്പം മുമ്പ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മേഖലയിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മേഖലയാണ്. അതായത് ഈ ചൂരന്മലയുടെ തന്നെ 8ാം നമ്പർ പുഴയുടെയും അതുപോലെ തന്നെ മുണ്ടക്കയം പുഴയും സംഗമിക്കുന്ന മേഖല, ആ മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കുറച്ചുകൂടി ഉയർന്ന പ്രദേശമാണ്. അപ്പം ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മഴ ഈ രക്ഷാപ്രവർത്തനത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. ആ മേഖലയിൽ സജീവമായിട്ട് രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ. അവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവിടെ മഴ പെയ്യാണ് പ്രശ്നമുണ്ടോ? നേരത്തെ ഷഹദ് നിൽക്കുമ്പോൾ അരയോളം, ഏകദേശം ഒരു മനുഷ്യന്റെ അരയോളം പൂണ്ടു നിൽക്കുന്ന ചെളി നമ്മൾ കണ്ടതാണ്. അവിടെ നമ്മുടെ സ്കൂബാ സംഘം കഷ്ടപ്പെടുന്നത് കണ്ടതാണ്. അപ്പോൾ അവിടെ മഴ കൂടി പെയ്യുകയാണെങ്കിൽ ഏതാണ്ട് അസാധ്യം എന്ന് തന്നെ പറയേണ്ടി വരും രക്ഷാദൗത്യം. ഷഹദ്. തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെയുള്ള രക്ഷാദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ദുഷ്കരമാണ് ഈ മേഖലയിൽ. പ്രത്യേകിച്ച് ഈ മണ്ണ് വ്യാപകമായിട്ട് അടിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വന്നിട്ടുള്ള സേനാംഗങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് എടുത്താണ് ഈ മേഖലയിൽ എത്തിപ്പെട്ടത് എന്നുള്ളത്. പക്ഷേ ഈ മണ്ണ് വ്യാപകമായിട്ട് ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. ഏത് നിമിഷവും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖല കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ സേനാംഗങ്ങൾ പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. കാരണം ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും ആ പെയ്യുന്ന മഴ നല്ല ശക്തമായിട്ടാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുതുതായിട്ട് രൂപപ്പെട്ടിട്ടുള്ള പുഴ, അതിന് ഒഴുക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായിട്ട് ഈ മലയ്ക്ക് മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് നമുക്ക് ഈ സേനാംഗങ്ങൾ അലർട്ട് തന്നു. കാരണം ഏത് നിമിഷവും ഒരുപക്ഷെ ആ മലയും ഇടിഞ്ഞു വീഴാം, അല്ലെങ്കിൽ നനഞ്ഞ് കുതിർന്ന് ഒരുപക്ഷെ നമുക്ക് പോലെ തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന അലർട്ട് തന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ മല ഇറങ്ങി ഇപ്പോൾ ഈ 8ാം നമ്പർ പുഴയും അതുപോലെ തന്നെ ഈ മുണ്ടക്കയം പുഴയും സംഗമിക്കുന്ന മേഖലയിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ വ്യാപകമായിട്ട് ഈ വീടുകളിലേക്ക് വലിയ വലിയ മരങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് ഈ 8ാം നമ്പർ പുഴയോട് ചേർന്നിട്ടുള്ള വീടുകളിലാണ്. ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ അതായത് ഇത്തരത്തിൽ ഈ അപായ സൂചന തലേ ദിവസം തന്നെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ മരങ്ങളൊക്കെ വ്യാപകമായിട്ട് ഈ വീട്ടിനുള്ളിൽ കയറി മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ചേർന്ന് അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ആ മേഖലയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 മൃതദേഹങ്ങൾ ലഭിച്ച പശ്ചാത്തലത്തിൽ കുറെ അധികം അതിഥി തൊഴിലാളികളെ കാണാനില്ല എന്ന വ്യാപകമായിട്ട് അവിടെ അവരുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് വന്ന് പരാതി പറയുകയും അല്ലെങ്കിൽ അവരുടെ ആവലാതികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മരങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ള വീടുകളിൽ ഈ മരങ്ങൾ മുറിച്ചു മാറ്റി പരിശോധന നടത്താനുള്ള ഒരു തീരുമാനം. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇനി നമ്മളോടൊപ്പം ചേരുന്നത് ചൂരൽമലയിൽ അവിടെ രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. അതേസമയം തന്നെ മഴ എല്ലാ ഇടങ്ങളിലും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്.